റമദാൻ. അതെന്താ റമദാൻ എന്ന് പറഞ്ഞാൽ? ഉപ്പാക്ക് റമദാൻ എന്ന് പറഞ്ഞാൽ തീർന്ന്. മക്കളുടെ കമൻറ്റാ. തീർന്ന് മീൻസ് തീർന്നുകൊണ്ട് ഉദ്ദേശിക്കണത് റമദാനായാലും പിന്നെ ഉപ്പ അധികം സംസാരിക്കൂല, കുറച്ച് തിന്ന ആ നോമ്പുറക്കൊക്കെ കുറച്ച്. ഉപ്പാക്ക് റമദാൻ എന്ന് പറഞ്ഞാൽ തീർന്നു. നല്ല ആരോഗ്യമുള്ള കാലത്ത് ഉപ്പ 10+ ഹത്തുമൊക്കെ തീർക്കും റമദാനിൽ. മക്കൾ പറയാണ് അങ്ങനെ. ഞാൻ ഈയിടെ നമ്മുടെ മദ്ഹ് ഗാനൊക്കെ പാടുന്ന പ്രിയപ്പെട്ട ത്വാഹ തങ്ങൾ പൂക്കോട്ടൂർ, അവരുടെ ഉപ്പ വഫാത്തായിട്ട് 1 വർഷം പൂർത്തിയായി. അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. ആ ഉപ്പായുടെ ആണ്ട് പരിപാടിക്ക് പൂക്കോട്ടൂർ തങ്ങൾ ക്ഷണിച്ചിട്ട് ഞാൻ പോയിരുന്നു. അങ്ങനെ അവിടെ എത്തുമ്പോൾ വണ്ടിയിൽ നിന്ന് തങ്ങൾ പറഞ്ഞു, അമാനുസ്താദെ, ഉപ്പാനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനൊക്കെ വല്ല ബുർദക്കോ മൗലിദിനൊക്കെ പോയി തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ വളരെ ലേറ്റ് ആവും, 3 മണി 3:30 ഒക്കെ ആവും. ആ സമയത്ത് എൻ്റെ ഉപ്പാനെ ഞാൻ കാണൽ തഹജ്ജുദ് കഴിഞ്ഞിട്ട് ഖുർആൻ ഓതുന്നതാണ്. ഉപ്പ മക്കളുടെ മനസ്സിൽ വരച്ചു കൊടുത്ത ചിത്രമാണ് ഈ പറയണത്. നമ്മളെക്കുറിച്ചൊക്കെ മക്കളൊക്കെ എന്തെങ്കിലും പറയണ്ടേ മോമിനികളെ? ഉമ്മ എന്ന് പറഞ്ഞാൽ എപ്പം നോക്കിയാലും മൗലിദിൻ്റെ ഏട് ഖുർആന് എന്ന് പറയണ്ടേ നമ്മളെക്കുറിച്ച്? പറയുന്നില്ലെങ്കിൽ ഓർമ്മിക്കണ്ടേ മക്കള്? ചിത്രം പതിയണ്ടേ? അങ്ങനെ ഈയിടെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. അയാൾ എല്ലാ ദിവസവും സാധാരണക്കാരനായ ഒരാളാണ്. എൻ്റെ നാട് തളിപ്പറമ്പ് ഒരു ഷോപ്പിലുള്ള ജോലിക്കാരനാണ്, സ്വന്തം ഷോപ്പൊന്നുമല്ല. അയാളെ എല്ലാ ദിവസവും രാത്രി യാസീൻ ഓതിയിട്ട് ഉപ്പാക്ക് ഹദിയ ചെയ്യും. എല്ലാ ദിവസവും. മൂപ്പരുടെ പ്രത്യേകത, ഒരു ദിവസം ഒരു ജുസ് ഖുർആൻ ഓതും. ഇന്ന് അറബി മാസം എത്രയാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് കിട്ടും. നമുക്കൊന്നും ചിലപ്പോൾ കറക്റ്റ് കിട്ടിക്കൊള്ളുന്നില്ലല്ലോ, പക്ഷെ മൂപ്പർക്ക് അത് കിട്ടും. ഇന്ന് റജബ് 6, അല്ലെങ്കിൽ ഷഹബാൻ 3, ഇന്ന് റബിയുൽ അവ്വൽ 2, അങ്ങനെ കിട്ടും. അതിൻ്റെ കാരണം എന്താ? എത്രാമത്തെ ഡേറ്റ് ആണോ, ഒന്നാണെങ്കിൽ 1 ജുസ് ഓതി കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് ജമാഅത്തുൽ അവ്വൽ 2 ആണെങ്കിൽ 2 ജുസ് ഓതിയിട്ടുണ്ടാവും. ഷഹബാൻ 13 ആണെങ്കിൽ 13 ജുസ് ഓതിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഒരു ഖത്തും ഓതി തീർക്കും എന്നർത്ഥം. അപ്പോൾ ഞാൻ വെറുതെ അഡ്വാൻസ്ഡ് ആയിട്ട് മുപ്പര് ചോദിച്ച്, ചില മാസം 29 ഉണ്ടാവില്ലേ ജുസ് 30 ഉണ്ടല്ലേ? അപ്പോൾ പറയാ എല്ലാ 29-ാം തീയതിയും ഞാൻ 2 ജുസ് ഓതും. പിറ്റേ ദിവസം വേറെ ഔറാദുകൾ ഓതി തീർക്കും, ചൊല്ലി തീർക്കും. ഇങ്ങനെ നിങ്ങൾ ഒരു വിർദ് ഫ്രെയിം ചെയ്യാനുള്ള ഷേപ്പ് ചെയ്യാനുള്ള കാരണം, എൻ്റെ ഉപ്പ നല്ലോണം ഖുർആൻ ഓതും. എൻ്റെ ഉപ്പാനെ കണ്ടു പഠിച്ചാണ്. കണ്ടോ, വിത്ത് ഗുണം 10 ഗുണം. സഅദ് ബിൻ ഉബാദത്തുള്ളാഹിനു നല്ലോണം ഭക്ഷണം കൊടുക്കുന്നത് മദീനത്തുനിന്ന് മോന് ഖൈസർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി കാണുകയാണ്. അപ്പം മോനും അങ്ങനെ ആയിന്ന കിതാബുകൾ പറയണത്. അങ്ങനെയാണ്. കമാ തദീനു തുദാനു, നീ എങ്ങനെയാണോ ജീവിച്ചത് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ആയിരിക്കും മക്കളുണ്ടാവുക. ഉമ്മാനെ കുറിച്ച് എന്താ അഭിപ്രായം പറയാനുള്ളത്? ഉമ്മ എപ്പം ഫോണിലാണ്, നമ്മൾ വരുമ്പോൾ ഓഫാക്കും. അത് ഉമ്മാരൊരു ഗുണമാണ്. ആണോ? മക്കളെ കുറിച്ച് എന്താ പിക്ചർ? മക്കൾക്ക് എന്താണ് നമ്മൾ പിക്ചർ വരച്ചു കൊടുത്തത്? റമദാൻ. യഥാർത്ഥത്തിൽ റമദാനിൽ പല കാര്യങ്ങളിൽ നിന്നും മാറി നിന്നത് എന്തുകൊണ്ടാണ്? ഈ ഉമ്മത്ത് അവരുടെ ഉപ്പാനും ഉമ്മാനും കണ്ടുപഠിച്ചത്. അതാണ് എൻ്റെ കാരണം. റമദാൻ നോമ്പ് നിർബന്ധമില്ലാത്ത സ്ത്രീകളുണ്ടാവും അവരുടെ അശുദ്ധിയുള്ള പീരീഡിൽ. ആ സ്ത്രീകളും ഒരാളുടെ മുന്നിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. എന്തേ? റമദാനിനോടുള്ള ബഹുമാനമാണ്. കണ്ട, അങ്ങനെ ഈ ഉമ്മത്തിന് റമദാന്റെ ബഹുമാനം കിട്ടിയത്. നോമ്പ് നിർബന്ധമൊന്നുമില്ലല്ലോ, ഹറാമൊന്നല്ലല്ലോ, ഇതെന്താ വലിയ സംഭവമാക്കുന്നത് എന്ന ഡയലോഗ് പുതിയ തലമുറ തിരിച്ചു പറയലോടുകൂടി നമ്മളെന്തപ്പോൾ അവരോട് പറയല്? ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മസാല, എടോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, നിക്കാഹ് കഴിഞ്ഞില്ലല്ലോ, എന്തിനാ ഇങ്ങനെ സംസാരിക്കണത്, ഫോൺ വിളിക്കുന്നത് വെച്ചാൽ ശബ്ദ ഉറത്തല്ലല്ലോ. അവനോട് എന്താ ഇപ്പൊ പറയേണ്ടത്? പിള്ളേരൊക്കെ ഇപ്പൊ മുഹക്കിങ്ങളാ, ഭയങ്കര മസാലയാ. റമദാന്റെ ബഹുമാനം ആരാ പഠിപ്പിച്ചത്? നമ്മുടെ ഉമ്മ വാപ്പമാര് പഠിപ്പിച്ചെന്നതാ. അപ്പൊ ഉപ്പാനെ കുറിച്ച് മക്കള് എത്ര ഖത്മ ഓതി തീർക്കുക. ഈയിടെ ഞാൻ കൂറത്ത് ഒരു സംഘടനാ ക്ലാസ്സിന് വേണ്ടി പോയി. കൂറത്ത് തങ്ങളുപ്പാപ്പന്റെ ഖാദിമായ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, കൂറത്ത് അങ്ങടെ 2 പ്രത്യേകതകളൊന്ന് പറയുമെന്ന് ചോദിച്ചു. ഒരു രസമല്ലേ മഹാന്മാരെ കുറിച്ച് കേൾക്കാൻ? മൂപ്പര് ഉടനടി പറഞ്ഞു, ഞാൻ 20 കൊല്ലത്തിന് മേലെ കൂറത്തങ്ങളുടെ കൂടെ ഖിദ്മത്തിനുണ്ടായിരുന്നു, ഇന്ന് വരെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞ കമന്റ് ഇല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് പറഞ്ഞത് ഭയങ്കര ഖുർആനോത്താണ് കൂറത്തങ്ങൾ. എന്നിട്ട് മൂപ്പര് ഇങ്ങനെ ശക്തി പകരുന്ന രീതിയിൽ പറയാം. ഒരു റമദാൻ തന്നെ 27 ഖത്തം തീർത്ത് എന്ന് ഒരു ക്ലിപ്പ് ഉസ്താദ് കേട്ടിനോ? ഞാൻ പറയാൻ കേട്ടിന്. തീർത്ത് എന്ന് പറഞ്ഞാൽ തീർത്ത് തന്നെ ഉസ്താദെ, അമ്മാതിരി ഒത്താണ്.
ഒരു സമയം കളയാത്തോത്താണ്. കണ്ടോ, കൂടപ്പറപ്പുകൾ പറയുന്ന കമന്റുകൾ കേട്ടോ. എന്തായിരിക്കും മനുഷ്യന്മാരെ നമ്മളൊക്കെ പറയാ? 1000 കൊല്ലം മുമ്പ് ജീവിച്ച അബൂ ഹനീഫ തങ്ങളുടെ കാലക്കാരനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. 1-ാം ആണ്ട് ഇപ്പം അടുത്ത് പൂർത്തിയായിട്ടേ ഉള്ളൂ. ആ ഖുറാത്തങ്ങൾ നമുക്കിടയിൽ ജീവിച്ച് പച്ചയായ മനുഷ്യനായി ജീവിച്ച ഒരു സയ്യിദാണ്. അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. എത്രയാ ഓതുന്നത്? ഒരു റമദാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഖത്മ് കുറഞ്ഞു പോയോ എന്നോർത്തിട്ട് കരഞ്ഞ താജുലുലമൻ്റെ മോനല്ലേ. എങ്ങനെയാ 10 ഗുണം 10 ഗുണം ഇല്ലാതിരിക്കുക? റമദാൻ, നമുക്ക് റമദാനിന് പ്രത്യേകം പരിഗണന ഉണ്ടോ? ആദ്യത്തെ 2-3 ദിവസം കൊണ്ട് ബക്കറയും ആലു ഇമ്രാനും നിസാവും ആറാഫും അംഫാലും തൗബയും ഓതി തീരുമ്പോൾ നമുക്ക് തന്നെ തോന്നുകയാണ് ഇപ്പോക്ക് പോയാൽ ഈ റമദാൻ ഒരു 5 ഉറപ്പ്. 6 തീരവും സംശയമാണ്, 5 ഉറപ്പ്. ഇതേ ഉറപ്പ് പറഞ്ഞ ആളോട് റമദാൻ 27-ന് തറാവിക്ക് കണ്ടാൽ നിങ്ങൾ ചോദിച്ചു നോക്കിയേ എത്ര ഖത്മായി? 1 തീരവും സംശയം. എന്താ കാരണം? റജബിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, ഷഅബാനിനെ പരിഗണിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ റമദാൻ അനുകൂലമാവുക? പിന്നെ എന്തിനാ കാര്യമായിട്ട് റജബുൻ ഷഹറുല്ലാഹ് വശഅബാനു ഷഹരി, ഈ 2 വാഹനം എങ്ങനെയാ എസ്കോട്ടായിട്ട് പോയത്? എന്തിനാ? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ റമദാനെ മുതലെടുക്കുക? നിങ്ങൾ എഴുതി വെച്ചോ, റജബും ഷഅബാനെയും പരിഗണിക്കാതെ എങ്ങനെയാ നമുക്ക് റമദാൻ കിട്ടുക? ശരീരവും മനസ്സും ശുദ്ധിയാക്കിയിട്ട് ഏറ്റവും നല്ല മനുഷ്യനാവാനല്ലേ റജബും ഷഅബാനും തന്നത്? അല്ലേ? വിത്തിറക്കിയിട്ട് വെള്ളം നനക്കാനല്ലേ റജബും ഷഅബാനും തന്നത്? എന്നാലല്ലേ മോനെ റമദാനിൽ വിളവെടുക്കാൻ പറ്റുള്ളൂ. റമദാനിൽ ഇബാദത്ത് ചെയ്യലല്ല, ഇബാദത്ത് ചെയ്തു പോക്കാൻ. മൂപ്പരെന്നെ അങ്ങ് നിസ്കരിക്കുക, മൂപ്പരെന്നെ അങ്ങ് ഖത്മ് തീർക്കുക, മൂപ്പരെന്നെ ഉറക്കൊഴിയാൻ. ബുഖാരി ഇമാമിനെ കണ്ടില്ലേ? റമദാനിന്റെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് 10 ജുസ് ഖുർആൻ ഓതും. 3 ദിവസം തറാവീഹ് കഴിഞ്ഞിട്ട് മാത്രമുള്ള ഖുർആൻ ഒരു ഖത്മ് ഓതി തീരും. വേറെ ഖത്മിന്റെ കണക്ക് വേറെ വരുന്നുണ്ട്. തറാവീഹ് എങ്ങനെങ്കിലും തീർന്നാ മതി. ഇത് എത്രാമത്തെ റക്അത്താ? എത്ര? 12 പോരല്ലോ. അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ശരി, തീരാനാ കാത്തുക്കണത്. എന്തുകൊണ്ട്? റജബിനെ അയാൾ പരിഗണിച്ചില്ല, ഷഅബാനിനെ അയാൾ മൈൻഡ് ചെയ്തില്ല. പിന്നെ എങ്ങനെയാ മോനെ റമദാനിനെ മുതലെടുക്കാൻ പറ്റുക?